ഫിഫയ്ക്ക് വേണ്ട, പക്ഷേ ഒമർ അബ്ദുൽ ഖാദർ അർത്താനെ യുവേഫയ്ക്ക് വേണം. ലോകകപ്പ് നിയന്ത്രിക്കാൻ മയാമി വിമാനത്താവളത്തിലെത്തിയ സോമാലിയൻ റഫറിയെ US കസ്റ്റംസ് തിരിച്ചയച്ചത് വിവാദമായിരുന്നു. മത്സരം നിയന്ത്രിക്കാൻ ആവശ്യമായ രേഖകളും നയതന്ത്ര പാസ്പോർട്ടും ഉണ്ടായിരുന്നിട്ടും മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു. നടപടി വലിയ വിവാദമായി. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലോകകപ്പിനെത്തുന്നവരോട് അമേരിക്ക കാണുന്ന വിവേചനം തുറന്നു കാട്ടപ്പെട്ടു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞ ഫിഫ പ്രസിഡന്റും വിമർശിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോഴിതാ ഫിഫയെ ഞെട്ടിച്ച് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനായ യുവേഫ റഫറി ഒമറിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 12 ഓസ്ട്രിയയിലെ സാൽസ്ബർഗിൽ നടക്കുന്ന സൂപ്പർ കപ്പ് നിയന്ത്രിക്കാൻ റഫറിയെ ക്ഷണിച്ചിരിക്കുകയാണ് യുവേഫ. ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG-യും യൂറോപ്പ ലീഗ് ജേതാക്കളായ ആസ്റ്റൺ വില്ലയും തമ്മിലുള്ള പോരാട്ടമാണ് സൂപ്പർ കപ്പിൽ നടക്കുക. ലോകകപ്പ് നിയന്ത്രിക്കുന്ന ആദ്യ സൊമാലിയക്കാരൻ എന്ന നേട്ടത്തെ ഫിഫയും അമേരിക്കയും ഒമറിൽ നിന്ന് തട്ടിക്കളഞ്ഞെങ്കിൽ സൂപ്പർ കപ്പ് നിയന്ത്രിക്കുന്ന ആദ്യ സൊമാലിയക്കാരൻ റഫറി എന്ന നേട്ടം സ്വന്തമാക്കാനാണ് യുവേഫ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന വിവേചനത്തിന്റെ രാഷ്ട്രീയത്തിനുള്ള യൂറോപ്പിന്റെ മറുപടി കൂടിയായി ഈ ക്ഷണത്തെ കാണണം. ആ ക്ഷണം ഒമർ സ്വീകരിച്ചാൽ ഓഗസ്റ്റ് 12 മനോഹരമായൊരു ഫുട്ബോൾ ചരിത്രം കൂടി പിറക്കും. അങ്ങനെ സംഭവിക്കട്ടെ.